സെപ്പറേറ്റ് ആവാൻ തീരുമാനിച്ച് ഒരു കപ്പിൾ നമ്മുടെ അടുത്ത് വന്നിരുന്നു. പറഞ്ഞ കംപ്ലയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓരോരുത്തർക്കും ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രമേ ആക്ഷനിലോട്ട് കിടക്കുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നീടുള്ള പ്രശ്നം ആൾ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കുന്നില്ല. എന്തെങ്കിലും ഇഷ്യൂ വരുന്ന സമയത്ത് ആൾ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് വന്ന ഒരു മേജർ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ആൾക്കൊരു നോ പറയാനോ ബൗണ്ടറി സെറ്റ് ചെയ്യാനോ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതിനൊരു എക്സാമ്പിൾ ആൾ പറഞ്ഞത്, ഹണിമൂൺ പ്ലാൻ ചെയ്തിട്ട് ആ സമയത്ത് ഫ്രണ്ട്സിൻ്റെ പല കമ്മിറ്റ്മെൻറ്റ്സും വന്നപ്പോൾ അതിനാണ് പ്രയോറിറ്റി കൊടുത്തത്. ഹണിമൂൺ പോസ്റ്റ്പോൺ ചെയ്യുകയാണ് ആൾ ചെയ്തത്. ഇവിടെ അന്വേഷിച്ച് ചെന്നപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ആളുടെ ചെറുപ്പം മുതലേ ആൾ സ്വന്തമായിട്ട് ഒരു ഒപ്പീനിയനും പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ ഡിസിഷനും എടുത്തിട്ടില്ല. പാരൻസ് ആണ് ആൾക്ക് വേണ്ടി എല്ലാ ഡിസിഷനും എടുത്തിട്ടുള്ളതും ആൾക്ക് വേണ്ടി എല്ലാ രീതിയിലും വർക്ക് ചെയ്തിട്ടുള്ളതും. ഇവിടെ ശരിക്കും റിഫ്ലക്റ്റ് ആവുന്നത് ഒരു സ്ട്രിക്റ്റ് പാരൻറ്റിംഗ് ആണ്. ശരിയായ രീതിയിലുള്ള ഒരു പാരൻറ്റിംഗ് അല്ലാത്തത് കൊണ്ടാണ് ആൾക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനോ ബൗണ്ടറി സെറ്റ് ചെയ്യാനോ ഒരു ഒപ്പീനിയൻ പറയാനോ ഉള്ള കേപ്പബിലിറ്റി ഇല്ലാത്തത്. ഈ മാരേജ് വർക്കൗട്ട് ആക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഒരു റീസ്റ്റാർട്ടിന് വേണ്ടി അവർ രണ്ടുപേരും ഓക്കെ ആണെങ്കിൽ നമുക്കത് പോസിബിൾ ആക്കി എടുക്കാം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് മനുഷ്യനാണെങ്കിലും, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനും അതുപോലെ തന്നെ ഒപ്പീനിയൻ പറയാനുള്ള വോയിസ് ചെറുപ്പം മുതലേ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. ഇഫ് യു ആർ ഗോയിങ് ത്രൂ സച്ച് സിറ്റുവേഷൻ, you can contact a professional or contact us.